നമസ്കാരം. ദേശീയപാത തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കേന്ദ്രം. KNR കൺസ്ട്രക്ഷന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയം. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കാരണം ഈ കമ്പനിക്ക് തുടർ കരാറുകളിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് 2 അംഗ വിദഗ്ധ സമിതിയുടെ പരിശോധനാ ഫലം നൽകിയിരുന്നു. കമ്പനികളിൽ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡും ചെയ്തിരുന്നു. കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലെ വിഷയങ്ങളിലും സമിതി പരിശോധന നടത്തും. എറണാകുളത്ത് അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്ന 3.5 വയസ്സുകാരി പീഡനത്തിന് ഇരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ 1.5 വർഷത്തോളം കുട്ടിയെ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചതായും കുട്ടി കൊല്ലപ്പെട്ട ദിവസവും ഇയാൾ ലൈംഗികാതിക്രമം നടത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ഫോൺ പരിശോധനയിലൂടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു ഇയാൾ. ആ അടുപ്പം മുതലെടുത്ത് തന്നെയാണ് ഇയാൾ കുട്ടിയെ നിരന്തര പീഡനത്തിന് ഇരയാക്കിയത്. +2 പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങളാണ് പ്രഖ്യാപിച്ചത്. +2 പരീക്ഷയിൽ 77.81% വിജയം. കഴിഞ്ഞ വർഷം ഇത് 78.69% സയൻസ് ഗ്രൂപ്പിൽ 83.25 വിജയ ശതമാനം. ഹ്യൂമാനിറ്റീസിൽ 69.1%, കൊമേഴ്സിൽ 74.21% വിജയം. ഫലങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ വഴി അറിയാൻ സാധിക്കും. മഞ്ഞുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാക്കൾക്ക് തിരിച്ചടി. കേസ് റദ്ദാക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. ഷോൺ ആന്റണി, ബാബു ഷാഹിർ, നടൻ സൗബിൻ ഷാഹിർ എന്നിവർ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിന് തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തോക്ക് പരിശോധനയ്ക്കിടെ പത്തനംതിട്ട AR ക്യാമ്പിൽ അബദ്ധത്തിൽ വെടിപൊട്ടി. തോക്ക് താഴേക്ക് പിടിച്ചിരുന്നതിനാൽ അപകടം ഒഴിവായി. തോക്ക് ലോഡ് ചെയ്തത് അറിയാതെയാണ് ട്രിഗർ വലിച്ചത്. ഇതോടെയാണ് വെടിപൊട്ടിയത്. ജില്ലയിലെ ബാങ്കുകൾ തമ്മിൽ പണമിടപാടുകൾ നടത്തുമ്പോൾ പോലീസ് എസ്കോർട്ട് ആവശ്യപ്പെടാറുണ്ട്. ഇത്തരത്തിൽ പോകുന്ന പോലീസുകാർക്ക് ആയുധങ്ങൾ കൈവശം വയ്ക്കേണ്ടതുണ്ട്. ഇതിനാണ് തോക്ക് ആവശ്യപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിൽ DPR മാറ്റിമറിച്ചെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇത് ചെയ്തത് ആർക്കു വേണ്ടിയാണെന്ന് അന്വേഷണം നടത്തണം. പ്രീണനത്തിന്റെ ഭാഗമായി തിരുത്തലുകൾ ഉണ്ടായി. റോഡ് തകർന്നതിൽ കരാറുകാരെ മാത്രം കുറ്റപ്പെടുത്താനാകില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി സുഗാന്ത് സുരേഷിന് അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. തിങ്കളാഴ്ച വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. മരണം നടന്ന 57 ദിവസമായിട്ടും സുഗാന്തിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ലെന്നും കുടുംബം കോടതിയിൽ ആരോപിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുകയും വേഗത്തിലുള്ള തിരിച്ചടി നൽകിയ സായുധ സേനയെ അഭിനന്ദിക്കുകയും ചെയ്തു മോദി. ഇന്ത്യയുടെ പ്രതികരണം ശത്രുക്കൾക്ക് ശക്തമായ സന്ദേശം നൽകിയതായും കൂട്ടിച്ചേർത്തു. സിന്ദൂരം വെടിമരുന്നായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകത്തിന്റെയും രാജ്യത്തിന്റെയും ശത്രുക്കൾ കാണുകയും ചെയ്തു. രക്തമല്ല എന്റെ സിരയിൽ തിളയ്ക്കുന്നത്, സിന്ദൂരമാണെന്ന് മോദി ആഞ്ഞടിച്ചു. ബീക്കാനേറിൽ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി. ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് എല്ലാ പരിധിയും വിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നതെന്ന് സുപ്രീം കോടതിയുടെ വിമർശനം. തമിഴ്നാട്ടിൽ മദ്യവിൽപ്പന നടത്തുന്ന സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷന് എതിരായി ED നടത്തുന്ന അന്വേഷണം സ്റ്റേ ചെയ്തുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റെ വിമർശനം. വൈൻ ഷോപ്പ് ലൈസൻസ് നൽകിയതിൽ അഴിമതിയുണ്ടെന്ന ആരോപണത്തിലാണ് ED പണം തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. ഇതിനെതിരെ തമിഴ്നാട് സർക്കാരും ടാക്സ്മാക്കും കോടതിയെ സമീപിക്കുകയായിരുന്നു. വിദേശ പര്യടനത്തിന് സർവകക്ഷി സംഘത്തെ അയക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനെ പ്രശംസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ. കേന്ദ്ര നീക്കത്തെ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമെന്ന് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നതിനിടെയാണ് ആനന്ദ് ശർമ്മയുടെ ഈ പ്രശംസ. കേന്ദ്ര നിലപാടിനെ നേരത്തെ ശശി തരൂരും സ്വാഗതം ചെയ്തിരുന്നു.